ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വണ്ടിയുടെ ഇൻഡിക്കേറ്ററും അതുപോലെ ഫ്ലാഷറും സെറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ മോക്സിൻ്റെ ഇൻഡിക്കേറ്ററാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോരാം ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ മോക്സിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നത് കേട്ടോ. 4 ഇൻഡിക്കേറ്ററിന് തമ്മിൽ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 4 ഇൻഡിക്കേറ്റർ മേടിച്ചത് വാട്ടർ പ്രൂഫൊന്നും അല്ല. അപ്പോൾ നിങ്ങൾ ഒറിജിനൽ ഇൻഡിക്കേറ്റർ മേടിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതായിരിക്കും നിങ്ങൾക്കൊന്നും കൂടി നന്നാവുക. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ 4 ഇൻഡിക്കേറ്ററും ആദ്യം നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഫ്ലാഷറിലേക്ക് നമുക്ക് കിടക്കാൻ കേട്ടോ. ആദ്യം നമുക്ക് ഇവരെല്ലാം കീ എടുത്തിട്ട് നമ്മുടെ വണ്ടിയുടെ ഹെഡും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. നമ്മുടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ അഴിക്കുമ്പോൾ തന്നെ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ക്ലിയറായിട്ട് അഴിക്കുക, അതേപോലെ തന്നെ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ശ്രദ്ധിക്കട്ടോ, നല്ലവണ്ണം ശ്രദ്ധിച്ചതിന് ശേഷം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാഷർ വരുന്നത് കേട്ടോ. ഓരോ വണ്ടിക്കും അതിൻ്റേതായിട്ടുള്ള ഫ്ലാഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെ വണ്ടി ഏതാണോ അതിനനുസരിച്ച് ഫ്ലാഷറും കാര്യങ്ങളും നിങ്ങൾ മേടിക്കുക. ഇതാണ് അതിൻ്റെ കേബിൾ വരുന്നത്. അതിൻ്റെ ബാക്കിൽ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഹസാർഡും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം 60 പാറ്റേണുകളോളം വരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഡൂക്കിൻ്റെ ഒറിജിനൽ ഇൻഡിക്കേറ്റർ മേടിക്കാൻ ശ്രമിക്കുക, എന്നിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. അതായിരിക്കും നിങ്ങളുടെ വണ്ടിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നുന്നത്. ഇതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ആ വയറുമ്പോൾ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് അതിൽ കൊടുക്കാൻ ശ്രമിച്ചാൽ മതി. പ്ലഗ് ചെയ്യുക, പ്ലസും മൈനസും നോക്കി ക്ലിയർ ചെയ്യുക, എന്നിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ കേബിളുകളും കറക്റ്റ് നോക്കുക, അതിനനുസരിച്ച് കൊടുക്കുക, അത് സെറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ വണ്ടി ഓൺ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടാവും, ഒന്ന് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാവും ഇൻഡിക്കേറ്റർ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്റർ ഓൺ ആക്കാൻ സെപ്പറേറ്റ് സ്വിച്ചോ കാര്യങ്ങളൊന്നും നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ തന്നെയാണ്. അതിന് ആ ബട്ടൺ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് 4 ഇൻഡിക്കേറ്റർ കത്തും കേട്ടോ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സെൻറ്റർ എന്ന് കൊടുത്താൽ മാത്രം മതി. വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വരാം. ബൈ.